Hi all, welcome back to Click. ഫിസിക്കൽ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സിന്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്ക് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനുള്ള ഏതാനും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ഫസ്റ്റ് വൺ തന്നെ ബാൻഡ്വിഡ്ത്ത് ആണ്. ബാൻഡ്വിഡ്ത്ത് നമുക്ക് രണ്ട് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെ രണ്ട് ഡിഫറെന്റ് മെഷറിംഗ് വാല്യൂസിൽ യൂസ് ചെയ്യാം നമുക്ക്. ഏതൊക്കെയാണെന്നല്ലേ? ആദ്യത്തെ ബാൻഡ്വിഡ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഹെർട്സിൽ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാൻഡ്വിഡ്ത്ത് തന്നെ ബിറ്റ്സ് പെർ സെക്കൻഡിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, അത് ആക്ച്വലി മീൻ ചെയ്യുന്നത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് കണ്ടെയ്ൻഡ് ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ. ഒരു കോമ്പോസിറ്റ് സിഗ്നലിനകത്ത് വരുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചാനലിൽ കൂടെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഓക്കെ, അതാണ് ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സപ്പോസ് ഒരു സബ്സ്ക്രൈബർ ടെലിഫോൺ ലൈനിന്റെ ബാൻഡ്വിഡ്ത്ത് 4 കിലോ ഹെർട്സ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് ഹെർട്സിലുള്ള ബാൻഡ്വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് എ ചാനൽ ക്യാൻ പാസ്. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണ് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? ബാൻഡ്വിഡ്ത്ത് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെ? ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് KBPS, MBPS, GBPS അങ്ങനെയൊക്കെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ? കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്, മെഗാ, ജിഗ, ടെറ, അങ്ങനെ മാക്സിമം ഡേറ്റ ക്യാരിയിങ് കപ്പാസിറ്റിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് ദാറ്റ് എ ചാനൽ, അല്ലെങ്കിൽ ഒരു ചാനൽ ആവാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ആവാം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതുവഴി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്, അതാണ് BPS നമ്മൾ ബാൻഡ്വിഡ്ത്ത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേ ബാൻഡ്വിഡ്ത്ത് ഓഫ് ഫാസ്റ്റ് ഇഥർനെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മാക്സിമം ഒരു 100 Mbps ആണ്. അതിന്റെ മീനിങ് എന്താണ്? ഈ നെറ്റ്വർക്ക് വഴി നമുക്ക് 100 Mbps സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ഹെർട്സിലുള്ള ബാൻഡ്വിഡ്ത്തും ഹെർട്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്തും ബിറ്റ്സ് പെർ സെക്കൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്തും തമ്മിലൊരു എക്സ്പ്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ആണോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ വിത്ത് മോഡുലേഷൻ ആണോ യൂസ് ചെയ്യുന്നത് എന്നതിനെയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. റിലേഷൻഷിപ്പ് എന്താ വെച്ചാല് ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റതും കൂടും. അതായത് സപ്പോസ് ബാൻഡ്വിഡ്ത്ത് ഇൻ ഹെർട്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ബാൻഡ്വിഡ്ത്ത് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ബാൻഡ്വിഡ്ത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Now moving to the second characteristic to measure the performance, throughput. ഈ ത്രൂപുട്ട് നമ്മൾ ഒരിക്കലും ബാൻഡ്വിഡ്ത്തുമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കരുത്. അത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് പാടില്ല. ത്രൂപുട്ട് എന്ന് പറയുന്നത് ഹൗ ഫാസ്റ്റ് വി ക്യാൻ ആക്ച്വലി സെൻഡ് ഡേറ്റ ത്രൂ എ നെറ്റ്വർക്ക്, എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ മെഷർമെന്റ് ഓഫ് ലിങ്ക് ആണ്. ആക്ച്വൽ മെഷർമെന്റ് ആണ് ഈ പറയുന്ന ത്രൂപുട്ട്. എത്ര ഫാസ്റ്റ് ആയിട്ട് ശരിക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആക്ച്വൽ മെഷർമെന്റ് ആണ് ത്രൂപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നമുക്കൊരു ലിങ്ക് ഉണ്ട്, അതിന്റെ ബാൻഡ്വിഡ്ത്ത് 1 Mbps തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ അത് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ്, ആ ഒരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിന് സേ ഒരു 200 kbps
ഡേറ്റ മാത്രമേ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ വെച്ചാല് ഈ ബാൻഡ് വിഡ്ത്ത് 1 MBPS ആയതുകൊണ്ട് ത്രൂപുട്ട് 1 MBPS ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ത്രൂപുട്ട് ഈസ് 200 kbps ഓൺലി. ഓക്കെ, അതായത് 200 kbps കൂടുതൽ ഡേറ്റ നമുക്ക് ആ ലിങ്ക് വഴി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത്ര തന്നെ. ത്രൂപുട്ടിന്റെ ഒരു ഫോർമുല പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതായത് ടോട്ടൽ ഡേറ്റ സക്സസ്ഫുള്ളി റിസീവ്ഡ് ഇൻ ബിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ്. അതായത് ബിറ്റ്സ് പെർ സെക്കൻഡ് തന്നെ, ഇതും റെപ്രസെന്റ് ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് യൂണിറ്റിൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡിലേ അല്ലെങ്കിൽ ലേറ്റൻസി എന്ന് പറയാം. അതായത് ഒരു എൻറ്റയർ മെസ്സേജ് കംപ്ലീറ്റ്ലി മുഴുവനായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ സെൻഡറിൽ നിന്ന് റിസീവറിൽ എത്താനായിട്ട്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് അത് ഫസ്റ്റ് ബിറ്റ് സെൻഡ് ചെയ്യുന്നത് തൊട്ടുള്ള ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ബിറ്റ് റിസീവ് ചെയ്യുന്നത് വരെയുള്ള സമയം, ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ലേറ്റൻസി അല്ലെങ്കിൽ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ദിസ് ഇസ് മെയ്ഡ് ഓഫ് 4 കോമ്പണൻസ്. ഒന്നാമത്തെ പ്രൊപ്പഗേഷൻ ഡിലേ, രണ്ടാമത്തെ ട്രാൻസ്മിഷൻ ഡിലേ, 3 പ്രോസസിംഗ് ഡിലേ, 4 ക്യൂയിങ് ഡിലേ. ഇതിന്റെ അല്ല, ഈ 4 ഡിലേസ് ഉണ്ടല്ലോ, പ്രൊപ്പഗേഷൻ ഡിലേ, ട്രാൻസ്മിഷൻ ഡിലേ, പ്രോസസിംഗ് ഡിലേ ആൻഡ് ക്യൂയിങ് ഡിലേ, ഇതിന്റെ എല്ലാം സമ്മാണ് ശരിക്ക് എന്തെന്ന് പറയുന്നത് ലേറ്റൻസി അല്ലെങ്കിൽ ഡിലേ. ഇനി ഇത് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രൊപ്പഗേഷൻ ഡിലേ. അതായത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒരു ബിറ്റ് ട്രാവൽ ചെയ്യുന്നതിന് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പ്രൊപ്പഗേഷൻ സ്പീഡ്, ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിന്റെ പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ കേട്ടോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം, അതുപോലെ തന്നെ സിഗ്നലിന്റെ ഫ്രീക്വൻസി, ഈ 2 കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് വാക്വത്തിലാണെങ്കിൽ നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷെ എയർ വഴിയാണ് എങ്കിൽ ഈ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസിന്റെ പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഏതും മീഡിയത്തിൽ കൂടെയാണ് അത് പോകുന്നത്, അതുപോലെ തന്നെ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്താണ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പണന്റ് ഇൻ ഡിലേ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഡിലേ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാക്കറ്റ് സൈസ് ഇൻ ബിറ്റ്സ് ഡിവൈഡഡ് ബൈ ട്രാൻസ്മിഷൻ റേറ്റ് വിച്ച് ഇസ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഒരു ബിറ്റ് അല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ 2 സിസ്റ്റത്തിന്റെ ഇടയിൽ ഒരു ബിറ്റ് അല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്. വി ആക്ച്വലി സെൻഡ് എ മെസ്സേജ്. ഫസ്റ്റ് ബിറ്റ് സോഴ്സിന്ന് ഫസ്റ്റ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസീവറിന്റെ എത്താൻ വരെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒരു ടൈം എടുക്കും. ഇത് ഫസ്റ്റ് ബിറ്റ് എത്താൻ എടുക്കുന്ന അത്രയും ടൈം തന്നെ ലാസ്റ്റ് ബിറ്റ് ആണല്ലോ, ലാസ്റ്റ് സോഴ്സിൽ നിന്ന് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങർക്കും വേണ്ടി വരും. ആ ബിറ്റിനും അത്രയും തന്നെ സമയം വേണ്ടി വരും. പക്ഷെ ഫസ്റ്റ് ബിറ്റ് ആദ്യം എത്തുമെന്ന് മാത്രം, ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് അറൈവ്സ് ലേറ്റർ. സോ ഈ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത്, ഒരു മെസ്സേജിന്റെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ മെസ്സേജ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. ഈ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് മെസ്സേജ് സൈസ് ബൈ ബാൻഡ് വിഡ്ത്ത് എന്നും എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ഓൺലി. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഇവിടെ ട്രാൻസ്മിഷൻ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാക്കറ്റ് സൈസ് ആണ് മെസ്സേജ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാക്കറ്റ് സൈസ് വിൽ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് ബിറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസിംഗ് ഡിലേ. പ്രോസസ്സിങ്ങിന് വേണ്ടി എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ് പ്രോസസിംഗ് ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യൂയിങ് ഡിലേ. ക്യൂയിങ് ഡിലേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നെറ്റ്വർക്ക് വഴി ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒറ്റ ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴി അങ്ങോട്ടേക്ക് എത്തുമല്ല, ഇടയിൽ കുറെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിവൈസസ് എൻഡ് ഡിവൈസും ഒക്കെ കാണുമായിരിക്കും. മെസ്സേജ് പ്രോസസ് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ഈ മെസ്സേജ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും.
സോ ഇത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഓരോ ഇന്റർമീഡിയറ്റ് ഡിവൈസിലും എൻ ഡിവൈസിലും ഇത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ക്യൂയിങ് ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്യൂയിങ് ടൈം ഒരു ഫിക്സഡ് ഫാക്ടർ അല്ല. നെറ്റ്വർക്കിലെ എത്ര ലോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഹെവി ട്രാഫിക് ആണ് നെറ്റ്വർക്കിൽ ഉള്ളത് വെച്ചാൽ ക്യൂയിങ് ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇൻ കേസ് ഓഫ് ഹെവി ട്രാഫിക് ഇത് കുറയുന്നതിനനുസരിച്ച്, ട്രാഫിക് കുറയുന്നതിനനുസരിച്ച് ക്യൂയിങ് ടൈം കുറയുകയും ചെയ്യും. സപ്പോസ് ഒരു ഇന്റർമീഡിയറ്റ് ഡിവൈസ് ഉണ്ട്, ഒരു റൗട്ടർ. ഈ റൗട്ടർ എന്താണ് ചെയ്യുന്നത്, അതിലേക്ക് വരുന്ന മെസ്സേജസ് 1 by 1 ആയിട്ടായിരിക്കും ക്യൂ ആക്കി മാറ്റി അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് മെസ്സേജസ് ആ റൗട്ടർ വഴി കടന്നു പോകുന്ന ഒരുപാട് മെസ്സേജുകൾ പല ഡെസ്റ്റിനേഷൻസിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ആ സെയിം റൗട്ടർ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെ? റൗട്ടർ ആണ്. അപ്പോ ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് ഉള്ള മെസ്സേജസ് ആ റൗട്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതും ഡിഫറെന്റ് സോഴ്സസ് എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ 1 by 1 ആയിട്ട് ഈ റൗട്ടറിന് അത് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ക്യൂ ഡേറ്റ സ്ട്രക്ചർ ആണ് ഈ ചങ്ങാതി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോ ഒരുപാട് മെസ്സേജസ് ഉണ്ടെങ്കിൽ ഓരോ മെസ്സേജും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഓരോന്നിന്റെയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള ഊഴത്തിന് വേണ്ടിയിട്ട് ഓരോന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് ക്യൂയിങ് ടൈം അല്ലെങ്കിൽ ക്യൂയിങ് ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി the fourth characteristics to measure performance is bandwidth delay product. നമുക്കറിയാം ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഡിലേ ആർ 2 പെർഫോമൻസ് മെട്രിക്സ് ഓഫ് എ ലിങ്ക്, അല്ലെ? ഈ ബാൻഡ്വിഡ്ത്തിന്റെയും ഡിലേയുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ഫിൽ ദ ലിങ്ക്. അതായത് സപ്പോസ് ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രോഡക്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സപ്പോസ് നമ്മുടെ മീഡിയം അല്ലെങ്കിൽ ലിങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ക്രോസ് സെക്ഷൻ ആണ് ബാൻഡ്വിഡ്ത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ലെങ്ത് ആയിരിക്കും, ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ ഇതിന്, ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ ആണ് ബാൻഡ്വിഡ്ത്ത്, ഈ ലെങ്ത് ആണ് ഡിലേ എങ്കിൽ കാണുന്ന പൈപ്പിന്റെ വോള്യം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം വോള്യം ഈസ് ഈക്വൽ ടു ബാൻഡ്വിഡ്ത്ത് ഇൻറ്റു ഡിലേ. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ആ ഒരു ഐഡിയ, ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രോഡക്റ്റ് എന്ന ഐഡിയ. അതായത് എത്ര ബിറ്റ്സ് ആ ലിങ്ക് ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ് ബാൻഡ്വിഡ്ത്ത് ഇൻറ്റു ഡിലേ, ബാൻഡ്വിഡ്ത്ത് ഡിലേ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അനദർ പെർഫോമൻസ് ഇഷ്യൂ ആണ് ജിറ്റർ. അതായത് ജിറ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലി വാരിയേഷൻ ഇൻ പാക്കറ്റ് അറൈവൽ ടൈം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ റീസെന്റ് എന്താ പറയാ, പുതിയ നെറ്റ്വർക്സിലൊന്നും അത് അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണുന്ന വീഡിയോ സീൻ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വോയിസ് എന്ത് ചെയ്യാണ്, വീഡിയോ കണ്ടതിന് ശേഷം ഓഡിയോ പ്ലേ ആവുക എന്ന് പറയുന്ന ഒരു സെനാരിയോ ഒക്കറിയാണെങ്കിൽ അതിന് കാരണം വീഡിയോ പാക്കറ്റ് എത്തിയതിന് ശേഷം ആണ് ആ ഓഡിയോ പാക്കറ്റ് എത്തുന്നത്. അപ്പൊ ആ ഒരു വേരിയേഷൻ ഇൻ പാക്കറ്റ് അറൈവൽ ടൈം ആണ് ജിറ്റർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ വേരിയേഷൻ ഇൻ പാക്കറ്റ് അറൈവൽ ടൈം എന്നും പറഞ്ഞിട്ട് PSCക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ജിറ്റർ ആണ് അതിന്റെ ആൻസർ വരുന്നത്, അത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ 5 എണ്ണം ആണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു മെഷർ പെർഫോമൻസ് ഓഫ് എ നെറ്റ്വർക്ക്. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.